കത്തിക്കൊണ്ടിരിക്കുക. അതാ ഒറിജിനൽ പാമ്പാണ് കേട്ടോ. ഇവ ഇതിനെ കൊണ്ടാണ് ഇരിക്കുന്നത്. നാട്ടിലാണ് എന്നാ തെറിവിളി ഇരിക്കില്ല ഇതിനൊക്കെ. കേസ് കൊടുക്കും. വഴിയിലൊക്കെ നിക്കുന്ന കണ്ട ഇതിനൊക്കെ എങ്ങനെ ക്രോസ് ചെയ്ത് പോവാനാണ്? Hey, hello guys, welcome back to my YouTube channel. This is Dr. Rahul George here. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ദ സ്പിരിച്വൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വാരണാസി. വാരണാസി വന്നിറങ്ങിയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെന്നത് എന്ന് വെച്ചാൽ ശ്രീ കാലഭൈരവ ടെമ്പിൾ മന്ദിരമുണ്ട്. നമ്മൾ അവിടെ നിന്നാണ് ഇന്ന് തുടങ്ങാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ പോറ്റിയുണ്ട്, അക്ഷയുണ്ട്. നമ്മൾ 2 ദിവസം മുന്നേ ട്രെയിനിൽ കയറിയതാ. 2 ദിവസത്തെ ട്രാവലിനൊടുവിൽ ഇവിടെ എത്തി. ട്രെയിനിൽ വെച്ച് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. അതിനകത്തൊരു മലയാളി ചേട്ടൻ ഇവിടെ BHU ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ആ ചേട്ടനെ കണ്ട് ഭയങ്കര സഹായമായിരുന്നു. ചേട്ടൻ്റെ കോട്ടേഴ്സിലേക്ക് നമ്മൾ വന്ന് ബാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവിടെ വെച്ച് അവിടെ നിന്ന് ആക്ച്വലി വ്ളോഗ് തുടങ്ങണമെന്നായിരുന്നു. പക്ഷെ വന്നത് വെളുപ്പാൻ കാലത്ത് തന്നെ പറഞ്ഞു വീട്ടുകാരൊക്കെ ഉറക്കായിരുന്നുണ്ട്. നമ്മൾ അവിടെ വെച്ചൊന്നും തുടങ്ങിയില്ല. നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ നിന്ന് ഫുള്ള് നമ്മൾ വാരണാസി മൊത്തം കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് കള രാവിലെ 6:30 കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ നല്ല തിരക്കുണ്ട് ഇവിടെ. വണ്ടിയും കാര്യങ്ങളൊക്കെ ഇപ്പം തിരക്കൊന്ന് കുറഞ്ഞു. പക്ഷെ ഞങ്ങൾ വന്ന് ഇറങ്ങിയപ്പോൾ ഒരു രക്ഷയില്ലാത്ത തിരക്കൊക്കെ ആയിരുന്നു ഇവിടെ. ശ്രീ കാൽഭൈരവ മന്ദിരത്തിലോട്ട് നമ്മൾ പോകുന്നത്. നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇവിടെ ദർശനവും കാര്യങ്ങളും. ഇവിടെ ഓണടി ആണ് ആ സത്യാളി. നാട്ടിലാണ് എന്നാ തെറിവിളി ഇരിക്കില്ല ഇതിനൊക്കെ. കേസ് കൊടുക്കും. ഇപ്പൊ വേണ്ടല്ലോ. ഓരോരുത്തരും ഇതിന്റെയൊക്കെ പറഞ്ഞു വരുന്നുണ്ടോ ഒന്നും മനസ്സിലായി. നമ്മൾ ഫസ്റ്റ് ടൈമാ വാരണാസി. തണുപ്പും ഉണ്ടല്ലേ? തണുപ്പില്ല, നല്ല തണുപ്പ്. നീ എന്തൊന്നും മിണ്ടാത്തെ? തണുത്തിട്ട് നിൽക്കാൻ വയ്യ. തണുത്തിട്ട് മിണ്ടാൻ വയ്യ. മറ്റേ നെറ്റിയിൽ വരയ്ക്കുന്ന ആ സാധനം അടിക്കട്ടോ. നെറ്റിയിലുള്ള അറിയാലോ. അപ്പൊ നമുക്കത് ചെയ്യാം. ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ഉള്ള എല്ലാ സാധനവും നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടേ പോയിട്ടു. 2 ദിവസം നമ്മൾ വാരണാസി ഉണ്ട്. മാക്സിമം ഇവിടെ ഫുള്ള് നമ്മൾ കവർ ചെയ്ത് എല്ലാ കാഴ്ചകളും കാണിച്ചിട്ട് പോവാം. ഇതാണ് കാൽഭൈരവ ടെമ്പിളിലേക്കുള്ള എൻട്രൻസ്. അകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊന്ന് അകത്തെല്ലാം കയറി കണ്ടിട്ടൊക്കെ വരാം. ചെരുപ്പൊക്കെ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അകത്ത് അർപ്പിക്കാനുള്ള സാധനങ്ങൾ വാങ്ങി നമ്മൾ അകത്തോട്ട് കയറാൻ പോവാ. അകത്ത് കയറി വന്നിട്ട് ബാക്കി വരാം. അകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഒന്ന് പിടിക്കൂ. കുറിയൊക്കെ ഇട്ട് ഉള്ളിലോട്ടൊന്ന് കയറട്ടെ. എന്നിട്ട് കയറിട്ട് വന്നിട്ട് നമ്മളങ്ങനെ ദർശനം കഴിഞ്ഞൊക്കെ ഇറങ്ങി. കാലഭൈരവ ഇറങ്ങി. നമ്മളിപ്പോ ഇങ്ങോട്ടാ നമ്മള് പോന്നെ? പഞ്ചഗംഗാ ഘാട്ട്. പഞ്ചഗംഗാ ഘാട്ട്. അതെങ്ങോട്ടാ? ഇതറേ. ഓക്കെ. നമ്മളങ്ങനെ പഞ്ചഗംഗാ ഘാട്ടിലേക്ക് നമ്മൾ പോവാ. വഴി എങ്ങനെയാ നോക്കട്ടെ. ആന്നേ കിടിലം വഴി തന്നെയല്ലേ. ഒരു രക്ഷയില്ലാത്ത വഴി. ആന്നേ വഴിയൊക്കെ കണ്ടോ? ഒരു രക്ഷയില്ല. ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ പോയി നോക്കാം അല്ലേ? വഴിയിലൊക്കെ നിൽക്കുന്ന കണ്ട ഇതിനൊക്കെ എങ്ങനെ ക്രോസ് ചെയ്ത് പോകാനാണ്?
ആണല്ലേ? അതെ, ഇതേ വഴിയിലെല്ലാം ഉണ്ടോ? പക്ഷെ ഉപദ്രവമൊന്നുമില്ല, സൈഡിൽ കൂടെ അങ്ങ് പോയാൽ മതി. അതെ, ചാണകത്തിൽ ചവിട്ടാതെ പോണം, അതാണ് വലിയ കാര്യം. അമ്മീ ഇതാ പുറകെ വരണം. താങ്ക് യു ഭയ്യ. അല്ലെ ആ ചാണകം നോക്കി നടന്നോണേ. ഇവിടെ ഗൂഗിൾ മാപ്പിന് പോലും അറിയത്തില്ല ഇങ്ങനെ വഴിയുള്ളത്. നോക്കി പോണേ. എല്ലാ വൈബും എടുക്കണം, മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഇതേ കുരങ്ങന്മാര് വരുന്നത്. ഈ ഫോൺ ഇപ്പൊ മാറ്റി വെച്ചാലും മിക്കവാറും അവന്മാര് തട്ടിക്കൊണ്ടുപോകും. അപ്പൊ മാറ്റി വെക്കട്ടെ. അതുവഴി വന്നപ്പോ കുറച്ച് കുരങ്ങന്മാരെ കണ്ടപ്പോ ആ നാട്ടുകാർ പറഞ്ഞ് ഫോൺ വേണേ മാറ്റി വെച്ചോളെ. അതാണ് പിന്നെ മാറ്റിയത്. ജയ് ബജറംഗ് ബലി എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ വരും. അത്രേ ഉള്ളൂ. യെസ്, അവസാനം നമ്മൾ എത്തിയിരിക്കുന്നു. പാചകഘട്ട് എത്തിയിരിക്കുന്നു. എന്നെ കടിക്കരുത്, ഞാൻ വ്ലോഗ് എടുക്കുകയാണ്. ഞാനൊരു വ്ലോഗറാണ്, എന്നെ കടിക്കരുത്. ഓ ഉണ്ടല്ലയാ? ഇവിടെ മൂടൽ മഞ്ഞുള്ളതുകൊണ്ട് അധികം ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇതാണ് പഞ്ച്ഗംഗ ഘട്ട്. നമുക്ക് താഴോട്ടുള്ള സ്റ്റെപ്പ് കിടപ്പുണ്ട്. നമുക്ക് അതുവഴി എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം. അതെ, അപ്പുറത്ത് വഴി ഉണ്ടോ? അതുവഴി ഒന്ന് ഇറങ്ങി നോക്കാം. നോക്കട്ടെ. എന്തോരം പടി കളിയാ ഇത്? ആണ് ഈ കാണുന്ന പടിയെല്ലാം. അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങി അതിൽ പോകാൻ പറ്റുമോ? ചാണകത്തിൽ ചവിട്ടലെന്ന് പറഞ്ഞ് ഫോണും നോക്കി കറക്റ്റ് അവൻ അതിനകത്ത് തന്നെ ചവിട്ടി. ഇതെല്ലാം കളികളിയാ, പച്ചക്കുള്ള നമ്മളെല്ലാം കളിക്കുന്നത്. ആ കിട്ടി കിട്ടി. എടാ ഇനിയെങ്കിലും ഫോൺ മാറ്റി വെച്ചോളാം. സ്റ്റോറി ഇട്ടല്ലേ? പോറ്റി ഇഷ്ടപ്പെട്ടെന്ന് തോന്നില്ല. പോറ്റിക്ക് കമ്പനിയൊക്കെ ആയി. ഇവിടെ കളിയാ ബലിയൊക്കെ ഇടുന്നു കേട്ടോ. ഇവിടെ കൊള്ളാല്ലേ? അത് നോക്ക്, പറവള നോക്ക്. എവിടെ? അങ്ങോട്ട് നോക്ക്. ആ ഈ സാധനം കുറച്ചുകൂടെ കഴിയുമ്പോൾ താഴെ ഇറങ്ങിയിരിക്കുന്നത്. മഞ്ഞുണ്ടോള്ള കറക്റ്റായിട്ട് കിട്ടുന്നില്ല. സ്റ്റെപ്പുകളൊക്കെ നോക്കി ഇറങ്ങട്ടെ. ഇത് ദുർഗാ ഘാട്ടാണ്. ഓക്കെ ഗായ്സ്, ഇത് ദുർഗാ ഘാട്ടാണ്. നമ്മളോട് पंचगंगा घाट है. पांचगंगा घाट उधर है हाँ 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 ഓക്കെ ഗൈസ്, അപ്പോൾ അവിടെയാണ് പാഞ്ചഗംഗ ഘാട്ട്. ഇത് ദുർഗാ ഘാട്ടാണ്. ഇവിടെ ബലിയിടുന്നവർക്ക് ആ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇവിടെ ജസ്റ്റ് വെള്ളം കൂടെ ഉണ്ട്.
കുടം കുടം ഞാൻ തന്നെ എന്നെ പറ്റിക്കുക. ഇവിടെ പോടാ. മുമ്പോട്ട് ഋഷിദേവന്മാർക്കാണ് അർപ്പിക്കുന്നത്. ഋഷിദേവൻ നമുക്ക് ദർപ്പണങ്ങളാണ് ബാക്കി ക്യാമറ കൊണ്ട് കളിക്കുന്നത്. അളിയാ ഈ സ്റ്റെപ്പ് എല്ലാം തിരിച്ചു കയറണേ. അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. നമ്മൾ അവിടെ നിന്നാണ് ഇറങ്ങി വന്നത്. നമുക്ക് ഇനിയിപ്പോൾ ഇതുവഴി തിരിച്ചു കയറിപ്പോ. വാ. പക്ഷെ നല്ല ക്ലൈമറ്റ് അല്ലേ? 7:30 ആയിട്ടുണ്ട്. 7:30 കഴിഞ്ഞു. പക്ഷേ ഈ ഒരു മൂടൽമഞ്ഞുണ്ട്, നല്ല തണുപ്പുണ്ട്. ചൂടില്ലാത്ത വലിയ കാര്യം. ഇവിടെ ഫുള്ള് ഇങ്ങനെ നല്ല പടങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇതിപ്പോ ബന്ദിപ്പർക്കോട്ട ഘാട്ട്. എന്തോ കുടുംബമൊക്കെ തോന്നുന്നത്. ആ വഴക്കൊക്കെ തീർന്നാമാർ എപ്പോഴേ പറഞ്ഞൊക്കെ പോണ്. അതെ, തിരിച്ച് നമ്മൾ കാലഭൈരവ ടെമ്പിളിലോട്ട് തിരിച്ചു പോവാ. ഈ ഇറങ്ങിയ സ്റ്റെപ്പ് മുഴുവൻ തിരിച്ചു കയറണം. കയറി പോവാ. ഗായ്സ്, അങ്ങനെ നമ്മൾ ചെന്ന സ്ഥലത്ത് തന്നെ എത്തി. തിരിച്ച് കാലഭൈരവ ടെമ്പിളിൻ്റെ അവിടെ തന്നെ എത്തി. ഇനിയിപ്പോൾ അടുത്ത എവിടെയെങ്കിലും ഫോട്ടോ പിടിക്കണം. നമ്മൾ അടുത്ത നോക്കട്ടെ. അടുത്ത വെളി ഇറങ്ങിയിട്ട് എന്തായാലും നോക്കാം. ഈ വഴി എന്നാലും ഭയങ്കര തിരക്കാണ്. പക്ഷേ അളിയാ, നമ്മളിപ്പോൾ എങ്ങോട്ട് അടുത്ത് പോകുന്നത്? കാശി വിശ്വനാഥ് ടെമ്പിൾ അല്ലേ? ഈ പണ്ടിലെ പടത്തിലൊക്കെ പറഞ്ഞില്ല കാശി എന്ന് കേട്ടിട്ടുള്ളൂ. അപ്പോൾ നേരിട്ട് നമ്മൾ എന്തായാലും പോയി നോക്കാം അല്ലേ? ഓട്ടോയൊക്കെ പൊക്കോണ്ടിരിക്കുകയാണ്. ട്രാഫിക്. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മളിത് കാശി എത്തിയിരിക്കുന്നു. ശ്രീ കാശി വിശ്വനാഥ ധാം. ഇതാണ് കാശി. ഞാനത് കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ ഏത് വഴിയാണ് കയറുന്നത്, എൻട്രൻസ് ഏത് വഴിയാണ്, എല്ലാ കാര്യങ്ങളാണ് നോക്കേണ്ടത്. എത്ര മണി വരെ പറ്റും എല്ലാം നോക്കട്ടെ. അകത്ത് ക്യാമറ അലൗഡല്ല, സോ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇതാണ് കാശി വിശ്വനാഥ ടെമ്പിളിൻ്റെ പുറംവശം. ഇവിടുന്ന് പിന്നെ നമുക്ക് അകത്തോട്ട് മൊബൈലൊന്നും കയറ്റാൻ പറ്റില്ല. മൊബൈൽ ഫോണെല്ലാം പ്രൊഹിബിറ്റഡ് ആണ്, മൊബൈൽ സാധനങ്ങളെല്ലാം. അപ്പോൾ അത് ഇവിടെ എങ്ങാനും വെച്ച് ലോക്കറിലെങ്ങാനും വെച്ച് നോക്കിയിട്ട് വേണം. ഇഷ്ടംപോലെ ലോക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എങ്ങാനും സഹിക്കാൻ പറ്റാത്ത ഈ ഹോണടിയാ, അത് മാത്രമേ ഉള്ളൂ. नाम क्या है भाई? हाँ, ആയുഷ്. അച്ഛാ ഭായ്. ആയുഷിനെ നമുക്ക് ഇവിടുന്ന് കിട്ടിയതാ. ഇവിടെ നമ്മളിപ്പോൾ പരിചയപ്പെട്ടതാ. ഇവന് ലോക്കറും കാര്യങ്ങളൊക്കെ, അപ്പോൾ നമ്മൾ ഫോണും കാര്യങ്ങളൊക്കെ അവൻ്റെ അടുത്ത് വെച്ചിട്ട് അകത്തോട്ട് കയറാനാ. നമ്മുടെ ചാനലൊക്കെ ഇതേ നോക്കി സബ്സ്ക്രൈബ് ചെയ്ത് അവൻ പറഞ്ഞതാ കേരളത്തിൽ നിന്നായിട്ട് ഒരു ഭാഷ ഒന്നും മനസ്സിലാകത്തില്ല, പക്ഷെ എന്തായാലും സപ്പോർട്ട് ചെയ്തുള്ളതൊക്കെ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഫുള്ള് വീഡിയോ ഒക്കെ ചൊക്കെ നോക്കുന്നുണ്ട്. നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ പോവാണ്. നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്ന വെച്ചാൽ അതാണ് കാശി വിശ്വനാഥ് ക്ഷേത്രം. നമുക്ക് അകത്തേക്ക് ഫോണൊന്നും അലൗഡ് അല്ല, അതുകൊണ്ട് നമ്മൾ അതെല്ലാം കഴിഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങി വേറെ എവിടെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും. അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ പൊക്കൊണ്ടിരിക്കും. നടന്ന് വന്നപ്പോൾ ഒരു കടയ്ക്കകത്ത് കുറേ ഫോട്ടോസും കാര്യങ്ങളെല്ലാം കണ്ടിട്ട്
ലസ്സിക്കടയുടെ അഭിപ്രായമൊക്കെ എഴുതി വെച്ചേക്കുന്നത് ബ്ലൂ ലസ്സി ഷോപ്പ്. അങ്ങനെ ഞങ്ങളിതേ മണികർണിക ഘാട്ടിലേക്ക് പോവാണ്. മണികർണിക ഘാട്ടിന്റെ പകലുള്ള വ്യൂ എന്നിട്ട് എന്തായാലും നമ്മൾ നോക്കട്ടെ. വണ്ടി നമ്മൾ എന്തായാലും അതുവഴി അങ്ങോട്ടൊക്കെ പോവാ. ഇത് ഫുള്ളി ഗല്ലീസ് വഴിയുള്ള വഴിയാ. എത്തിയാണോ? നല്ല സൂപ്പർ ഇഡലി കിട്ടും. ആ ഇഡലി കട കൈയിട്ട് അളിച്ചെടുത്ത ആണല്ലേ? അയാൾ കൈയിട്ട് അളിച്ചെടുത്താണോ അളിയ? ആ അളിയ നീ കഴി നമ്മളോട് പറയാനുണ്ടത്. അയാൾ കൈയിട്ട് അളിച്ച് വാരി എടുത്ത് നിനക്ക് വേണോ? വേണ്ടല്ലോ. പോറ്റിയേ ഒരു മിനിറ്റ്. ഈ കടയുടെ അടുത്തൂടെ പോയപ്പോൾ അന്യായം വേണം. ഊതിൻ്റെയും കാര്യങ്ങളുടെ എല്ലാം അന്യായം വേണം. ഒരു രക്ഷ തിരിച്ചു വരുമ്പോൾ നോക്കണം. നമുക്ക് തിരിച്ചു വരുമ്പോൾ നോക്കാവേ. നമുക്ക് ആദ്യം ഒന്ന് മണികർണിക ഘാട്ടൊന്ന് കണ്ടിട്ട് വരാം. ഇവിടുന്ന് നടന്നു വരുന്ന വഴിക്ക് ഗല്ലിയുടെ ഇടയ്ക്ക് തന്നെ ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പച്ചക്കറിയും കാര്യങ്ങളെല്ലാം മാർക്കറ്റ് കാര്യങ്ങൾ. അതെ, ഇപ്പുറത്ത് ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നോക്കി നടന്നില്ലേ പലതിനും ചവിട്ടും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് വേണം പോവാൻ. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ പൂരിക്കടകളുണ്ട്. എന്താ പറയാ? ആണോ? നോക്കാം എന്തായാലും. അവിടെ എന്തായാലും പോയിട്ട് നോക്കാം. തിരിച്ചു നോക്കാം. നമ്മളിത് ഇതിലേ കൂടെ പോയപ്പോൾ കണ്ട ഒരു പയ്യനാണ് ഈ പാമ്പിനെ വെച്ചിട്ടുള്ളത്. അതിനെയൊക്കെ തട്ടുന്നു. എടാ എന്തായാലും ഒരു കോയിൻ കൊടു. നോക്കടാ, ഇത് ഒറിജിനൽ പാമ്പാണ് കേട്ടോ. ഇവ ഇതിനെ കൊണ്ടാണ് ഇരിക്കുന്നത്. ആ നമ്മളവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് ആയെങ്കിലും പോറ്റി അവനോട് എന്തൊക്കെയോ പറഞ്ഞ് അവൻ്റെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് കൊച്ചിറക്കൻ്റെ. ആ പാമ്പിനെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിപ്പിക്കുന്നത് നോക്കി. എന്തൊക്കെയോ കാര്യമായിട്ട് അവനോട് പറഞ്ഞു കൊടുക്കണുണ്ട്. പക്ഷെ പാവം പോറ്റിക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ട് അവനൊന്നും മനസ്സിലാവാതെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. കറക്റ്റ് ഒരു മരണം സംബന്ധിച്ച് എന്തായാലും ഒരു ബോഡി കൊണ്ടുപോകുന്നതാണ്. നമ്മളെന്തായാലും അവരോട് പോയി അങ്ങോട്ട് നോക്കാം. ഇതെല്ലാം ഇവിടെ ലൈക്ക് ബോഡീസ് വരുമ്പോൾ കത്തിക്കാനുള്ള വിറകുകളാണ്. ഇങ്ങോട്ടേ ഗായ്സ്, ഇതാണ് മണികർണിക ഘാട്ട്. എപ്പോഴും ചിതകൾ കയറി കത്തിക്കൊണ്ടിരിക്കും ഇവിടെ. ഇവിടെ വർഷങ്ങളായിട്ട് ചിതകൾ കത്തിക്കൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത്. എപ്പോഴും ഇവിടെ ചിതകൾ കത്തിക്കൊണ്ടിരിക്കും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. വല്ലാത്തൊരു വൈബാണ് ഇവിടെ വരുമ്പോൾ. ഇവിടെ വന്നിട്ട് ഇതിന് രാത്രി ഒന്നുകൂടെ വന്ന് കാണണം. ഇതിപ്പോൾ പകല് നമ്മൾ ദിവസം ഒന്ന് നോക്കിയിട്ടുള്ളൂ. രാത്രി ഒന്നുകൂടെ കാണണം. നോക്കട്ടെ. മണികർണിക ഘാട്ടി കുറച്ച് ഭാഗം പൊളിച്ച് റെനോവേഷൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് ഇതിലും അങ്ങോട്ട് കിടപ്പുണ്ടായിരുന്നു. പക്ഷെ അവിടെ എന്തോ റെനോവേഷനും കാര്യങ്ങളായിട്ട് പണി നടക്കുക. ഇവിടെ എല്ലാ സമയവും ഏതെങ്കിലും ഒരാൾ മരിക്കുകയും അതിൻ്റെ ആ ഒരു ചിത ഇവിടെ കൊണ്ട് കത്തിക്കുകയും ഇവിടെ ഇങ്ങനെയാണ്. പക്ഷെ ഇത് വൈകിട്ട് വരുമ്പോൾ വേറൊരു വൈബാണെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ്. പക്ഷെ ആൾക്കാരെല്ലാം കാണാൻ നിൽപ്പുണ്ട്. മേളിൽ നിന്നെല്ലാം വ്യൂസ് ഉണ്ട്.
ഇപ്പൊ തന്നെ ദേ അടുത്ത ആരുടെ ഒരു ചിത കത്തിക്കാനായിട്ടുള്ള ഒരുക്കങ്ങളാണ് കാണുന്നത്. ഇതുപോലെ അവിടെ ഇവിടെ എല്ലാം ചിതകളാണ് എരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടാ ഇത് വർഷങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ ചിത എരിഞ്ഞുകൊണ്ടിരിക്കാന്ന് പറയുന്നത് അറിയോ? എപ്പോഴും ഒരു തീ ഇവിടെ കത്തിക്കൊണ്ടിരിക്കുക. അതാ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വേറൊരു വൈബല്ലേ. ഇതാണ് മേളിൽ നിന്നുള്ള വ്യൂ. ഇതാണിപ്പോൾ മണികർണികാക്കാട്ടിൻ്റെ ഒരു ഭാഗം പൊളിച്ചെന്നൊക്കെ പറഞ്ഞ് കുറേ വാർത്തയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് റിനോവേഷൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ്. ഈ ഇടയ്ക്കുള്ള കുറച്ച് ഭാഗം മാത്രമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്, പൊളിച്ചിട്ടുള്ളത്. അളെ ഇതല്ലേ അളിയാ മറ്റേ ഡ്രൈവറോട് പറഞ്ഞ സാധനം? എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കിയേ. ഞാൻ നോക്കട്ടെ, എടുക്കട്ടെ. പാല അടിച്ച് തന്നെ തിളപ്പിച്ച് പതപ്പിച്ച് വെച്ചേക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കൊള്ളാത്. എന്തോ അതിന് പറയുന്നത്? എന്തോ ഒരു എന്തോ പറയാ, മലയു എന്തൊരു സാധനം. നമ്മൾ പിന്നെ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ വാരണാസിയിൽ ഒരു ഫേമസ് ആയ ഒരു കിണറുണ്ട്. അതിനകത്ത് നമ്മൾ നോക്കിയാൽ റിഫ്ലക്ഷൻ കണ്ടാൽ നമ്മുടെ ആയുസിൻ്റെ ഇത് അറിയാവുന്ന പറ്റുന്ന കിണറാന്ന് പറയുന്നത്. അത് ഇവിടാണ് ലൊക്കേഷൻ. ചന്ദ്രകൂപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ എക്സാക്ട് ഈ ലൊക്കേഷനിലോട്ട് നമുക്ക് ഗല്ലി വഴിയാണെങ്കിലും കാണിച്ചു തരും. എക്സാക്ട്ലി ഇവിടെ നിൽക്കും. ഇതാണ് ചന്ദ്രകൂപ്പ് വെൽ. ഇതിലേക്ക് നോക്കിയാലാണ് നമുക്ക് നമ്മുടെ റിഫ്ലക്ഷൻ കണ്ടാൽ നമുക്ക് ആയുസ് ഉണ്ടെന്ന്, ഇതിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആയുസ് കുറവാണെന്നുള്ളൊരു വിശ്വാസം. വേണ്ടവർക്ക് നോക്കാം, വിശ്വാസമുള്ളവർക്ക് നോക്കാം. നോക്കളിയാ, നമ്മളതിനകത്ത് റിഫ്ലക്ഷൻ നോക്കി, റിഫ്ലക്ഷൻ കണ്ട് അതുകൊണ്ട് സന്തോഷമായി. എല്ലാവരെയും കണ്ടു നമ്മൾ. അപ്പോൾ അവിടുത്തെ വെള്ളം കുടിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള എന്ത് അസുഖങ്ങളാണെങ്കിലും അത് മാറുമെന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വെല്ല്. ഓരോരുത്തരും ഒന്ന് നോക്കുന്നുണ്ട്. റിഫ്ലക്ഷൻ കണ്ടില്ലേ? കണ്ടപ്പോൾ സന്തോഷമായി. ഇതില് ഉള്ളിലേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഇതാണ് ഉള്ളിലുള്ള വ്യൂ. അതിലേക്ക് നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ റിഫ്ലക്ഷൻ തന്നെ കണ്ടാൽ നമുക്ക് നല്ല ദീർഘായുസും കാര്യങ്ങളുണ്ടെന്നാണ് വിശ്വാസം. എന്തായാലും നമ്മളെല്ലാം റിഫ്ലക്ഷൻ കണ്ട് ഒരു സന്തോഷമായി. അപ്പോൾ അത് കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ഇത് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഇത് പറയാൻ വെച്ചാൽ നമ്മൾ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് ചന്ദ്രകൂപ്പ് എന്ന് സെർച്ച് ചെയ്ത് മതി. കറക്റ്റ് ഇതിൻ്റെ എക്സാക്ട് ഗൂഗിൾ ലൊക്കേഷൻ കാണിക്കും. നടക്കുന്നതാണേലും ഈ വഴിയുള്ള ഈ ഗല്ലീസോ എല്ലാത്തിലൂടെ കറക്റ്റ് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ബുക്കിംഗ് ഇട്ടാൽ കാണിച്ചിട്ട് നടന്ന് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. ഒരു നല്ല എക്സ്പീരിയൻസാണ്. ഇതുവഴി നമ്മൾ നടന്ന് വരുന്ന വഴിക്ക് ഒരു കാഴ്ച ഉണ്ട്. ആടുകൾക്കൊക്കെ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തേക്കുക, തണുപ്പ് വരാകുമ്പോഴത്തേക്ക്. നല്ല രസമുണ്ടല്ലേ? അത് കൊള്ളായിരുന്നു. ഗായ്സ്, നമ്മളങ്ങനെ ഇവിടെ ഇപ്പോൾ നമ്മളൊരു റൂം എടുത്തിട്ടുണ്ട്. ഒരു ഹോസ്റ്റല് പോലത്തെ ഇതാണ്. ഹോസ്റ്റൽ റൂം എല്ലാം കൂടെ ഉണ്ട്. ലൈക്ക് ഇതാണ് റൂമിൻ്റെ അവിടോട്ട്. അപ്പോൾ നമ്മൾ ലൈക്ക് അവിടെയാണ് റൂം എടുത്തേക്കുന്നത്. ഒരു ഹോസ്റ്റലും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. സോ നമ്മുടെ റൂം വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ. ഇതാണ് നമ്മുടെ റൂം. രാത്രി ഫുള്ള് ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ എല്ലാ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒന്ന് കിടക്കണം, കുറച്ചൊന്ന് മയങ്ങിയിട്ട് വേണം ഒന്ന് വെളിയിലോട്ട് വൈകിട്ട് ഇറങ്ങാൻ. ഞങ്ങളുടെ ബാഗും കാര്യങ്ങളൊക്കെ മറ്റേ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട ആ ചേട്ടൻ്റെ വീട്ടിൽ ഇരിക്കുക. അപ്പോൾ ഇനി അവിടെ പോയ ബാഗ് സാധനങ്ങളൊക്കെ എടുക്കണം. പുള്ളി BHUവിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പുള്ളിക്ക് കോട്ടേഴ്സ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ അത് വെച്ചിട്ടാണ് രാവിലെ ഇറങ്ങിയത്. അത് പോയി എടുത്തിട്ട് തിരിച്ചു കൊണ്ടുവരണം. ബാക്കി കുഴപ്പമൊന്നുമില്ല. ഫുള്ള് ഹോസ്റ്റൽ സെറ്റപ്പൊക്കെയാണ്. നല്ല ഇരിക്കാൻ സ്ഥലമുണ്ട്. അതിൻ്റെ പുറകിൽ തന്നെ പുഴയാണെന്ന് പറഞ്ഞാൽ പിന്നെ മേളിലും എല്ലാം പോയി ബാൽക്കണിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. യൂട്യൂബ് കയറി വീഡിയോ പെട്ടേ. അങ്ങനെ അടിപൊളിയാണ്. തൽക്കാലം റൂം കൊള്ളാം. അപ്പോൾ ഇവിടെ ആയിരിക്കും. ഇനി കുറച്ച് നേരം ഒന്ന് കിടക്കണം, ഒന്ന് നടു നിർത്തണം, എന്നിട്ട് കാണാം ഗൈസ്.
ഗായ്സ് നമ്മളൊന്ന് മയങ്ങി ഉറക്കം എണീറ്റു. ഇപ്പൊ ഭയങ്കര ഫ്രഷ് ആയി സത്യം പറഞ്ഞ. നേരത്തെ ഒന്നും കഴിച്ചിട്ടും ഇല്ലായിരുന്നു. ഫുള്ള് നടന്നിട്ട് നല്ല ക്ഷീണമായി പോയി. നമ്മള് രാവിലെ കഴിച്ചായിരുന്നു. ഫുഡ് കണ്ടു നടന്നു വന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ തോന്നിയില്ല. എന്തായാലും നമ്മളിപ്പോൾ നമ്മുടെ പോയിട്ട് നമ്മുടെ സാധനങ്ങൾ ബാഗൊക്കെ എടുക്കണം. ഇതാണ് നമ്മുടെ നിൽക്കുന്ന ഹോസ്റ്റൽ കം റൂം. ഇത് ഇവിടെ ഇതിനകത്തൊരു ഡോർമെട്രി ഹോസ്റ്റൽ സെറ്റപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സിംഗിൾ റൂംസും ഉണ്ട്. ഡോർമെട്രി ഇപ്പോൾ ഫുള്ളായതുകൊണ്ട് നമുക്ക് റൂമാണ് കിട്ടിയേക്കുന്നത്. ഇതാണ് ഇവിടുത്തെ നൈറ്റ് വ്യൂ. ഇവിടെ വൈകിട്ട് ദേ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ നേരമൊക്കെ ഇരുട്ടി. ഇതാണ് അവസ്ഥ. ഇവിടെ ഇപ്പോൾ തണുപ്പ് കാലം കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് നേരം കിട്ടും. ഒരു ഒരു പഴയ ഒരു ബിൽഡിംഗ് ഉള്ള രീതിയിൽ ഭയങ്കര ഒരു പീസായിട്ടുള്ള സ്ഥലം ഇവിടെ. ഇവിടെ നമുക്ക് ഇരിക്കാനും എല്ലാത്തിനുള്ള സ്ഥലങ്ങളുണ്ട്. ദേ ഇത് തന്നെയാണ് നമ്മുടെ റൂം. അക്ഷയ് അത് വെളിയിലോട്ടുള്ള വഴിയാണ് നമ്മുടെ ഈ കാണുന്നത്. പോയിട്ട് ആരോടൊക്കെ എന്താ പറയാനുണ്ട്. ഇപ്പം നമുക്കിനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ BHU പോകണം. BHU എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിക്കുകയാണെങ്കിൽ ഒരു 100 രൂപയുടെ ദൂരമുണ്ട്. വലിയ ദൂരമൊന്നുമില്ല, ഒരു 4-5 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. അവിടെ പോയിട്ട് നമ്മുടെ സജേട്ടൻ്റെ കോട്ടേജിൽ നമ്മൾ ബാഗ് സാധനങ്ങളെല്ലാം വെച്ചേക്കുന്നത്. നമുക്ക് റൂം ആദ്യം നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി പോയി ബാഗ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് വരണം. ഗായ്സ് നമ്മളങ്ങനെ മറ്റേ അജി എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീടെത്തിയത്. ഇതാണ് അവരുടെ ക്വാർട്ടേഴ്സ്. ഇപ്പോൾ അകത്തോട്ട് കയറാം. ഇത് ഫുള്ള് BHUവിൻ്റെ ക്യാമ്പസിന് അകമാണ്. പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഒരു 2000 ഹെക്ടറോളം ഉണ്ട് ഇവരുടെ ക്യാമ്പസ്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ വേറെ സിറ്റി പോലെ പോകുന്നത്. പല പല ഡിപ്പാർട്ട്മെൻറ്റ് പല പല പിള്ളേരും എല്ലാം ഉണ്ട്. നമ്മളെന്തായാലും അകത്തോട്ട് ചേട്ടൻ വിളിച്ച് നമ്മൾ അകത്തോട്ട് കയറട്ടെ കേട്ടോ. ഗായ്സ് നമ്മളിതേ തിരിച്ച് നമ്മുടെ സ്റ്റേ ചെയ്യുന്ന റൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂം. ബാഗ് എടുത്ത് അവിടെ ചെന്നപ്പോഴത്തേക്ക് സജേട്ടൻ പറഞ്ഞ് പുള്ളിക്ക് ക്യാമറ റൂമിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നമ്മളൊന്ന് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. നമ്മൾ പുള്ളിയായിട്ട് ഫുഡ് കഴിക്കാൻ പോയി. ഫുഡെല്ലാം കഴിച്ച് അപ്പോൾ പുള്ളി ഉള്ളതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല. പുള്ളിക്ക് വേണ്ടെന്നുള്ളതുകൊണ്ട് അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരിച്ച് റൂമെത്തി. പ്രത്യേകിച്ച് ഇന്ന് വേറെ കഴിച്ചൊന്നും ഇല്ല. നമ്മൾ പുള്ളിയോട് കുറേ നേരം സ്പെൻഡ് ചെയ്ത് പുള്ളിയുടെ വൈഫും എല്ലാം ആയിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചാൽ റൂമെത്തി. ഹായ് ബ്രോ, how are you bro? I'm good. How are you? I'm good bro, this is exactly where's the location of this place? Shivala nearest Chesing Killa. Okay. ആരെങ്കിലും വാരണാസി വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നാൽ നമ്മൾ ഫുള്ള് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. നല്ല ഹോംലി ആയിട്ടുള്ള സ്പേസ് ആണ്. അറ്റ്മോസ്ഫിയർ എല്ലാം ആണ്. നമുക്ക് നല്ല ഫ്രീഡം, ഒരു നല്ല ഇരിക്കാനും എല്ലാത്തിനും നല്ല സ്ഥലമുള്ള ഒരു സ്പോട്ടാണ്. ആംബിയൻസ് ഉണ്ട്, പക്ക ആംബിയൻസ് ആണ്. ഇവിടെ ഡോർമെറ്ററീസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റൂംസും ഉണ്ട്. ആർക്ക് വേണമെങ്കിലും ഞങ്ങൾ സജസ്റ്റ് ചെയ്യും. ഓക്കെ ബ്രോ, ഇഫ് എനി ഓഫ് our friends are coming, I'll just inform them. Okay? Sure. Thank you buddy. അങ്ങനെ നമ്മളിപ്പോൾ റൂമെത്തി. രാത്രി ചിലപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇറങ്ങും, ഇല്ലെങ്കിൽ ക്ഷീണമുണ്ട്. ചിലപ്പോൾ കിടന്ന് ഉറങ്ങാനും ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്തോളാം. ഓക്കെ ഗായ്സ്, ബൈ.